ഉത്രളിക്കാവ് പൂരത്തിന് തുടക്കം കുറിച്ച് കുമരനെല്ലൂർ ദേശം കാഴ്ചപ്പന്തലിനെ കാൽനാട്ടി. ക്ഷേത്ര പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കുമരനെല്ലൂർ ദേശം വർക്കിംഗ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ, കീഴ്ശാന്തി ഹരിഹര അയ്യർ, ക്ഷേത്രം കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ ഭൂമി പൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. കഴിഞ്ഞ 12 കൊല്ലമായി കുമരനെല്ലൂർ ദേശത്തിന് കാഴ്ചപ്പന്തൽ ഒരുക്കുന്ന മയൂര പന്തൽ വക്സ് ഉടമ യൂസഫും മകൻ കബീറും ചേർന്നാണ് പന്തൽ ഒരുക്കുന്നത്. ചടങ്ങിൽ പൂരം രക്ഷാധികാരി ഡോക്ടർ PS മോഹൻദാസ് യൂസഫിനെയും കബീറിനെയും കെ ബാലകൃഷ്ണനും പൊന്നാട ചാർത്തി ആദരിച്ചു. ദേശം ജനറൽ സെക്രട്ടറി PA വിപിൻ, മറ്റ് ഭാരവാഹികളായ V ശ്രീധരൻ, P പ്രസാദ്, വിജയൻ പൂണോത്ത്, KR രമേശ്, ഹരിദാസ് കയറാട്ട്, വാസുദേവൻ കയറാട്ട്, P അയ്യപ്പൻകുട്ടി, KP ഗോപാലകൃഷ്ണൻ, P രാജൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ദേവസ്വം ബോർഡ് ഓഫീസർ PV ഹരികൃഷ്ണൻ, വിവിധ ദേശം ഭാരവാഹികളായ V സുരേഷ് കുമാർ, PR സുരേഷ്, C ജയേഷ് കുമാർ, PG രവീന്ദ്രൻ, ബാബു പൂക്കുന്നത്ത്, CA ശങ്കരൻകുട്ടി, PN ഗോകുലൻ, PN രാജൻ, അജിത് കുമാർ മല്ലയ്യ, പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഫെബ്രുവരി 24 ചൊവ്വാഴ്ചയാണ് വിശ്വപ്രസിദ്ധമായ ഉത്രളിക്കാവ് പൂരം. മേളം വെള്ളിത്തിരുത്തി ഉണ്ണി നായരാണ്. പിന്നെ എല്ലാം പുറമെ പൂരനിലാവ് എന്ന് പറയുന്ന ഒരു സാംസ്കാരിക പരിപാടി കുന്നംകുളം റോട്ട് പറയുന്ന കുന്നംകുളത്തേക്ക് പോകുമ്പോൾ NSS ഗ്രൗണ്ടിൽ കുമരനെല്ലൂരിൻ്റെ സാംസ്കാരിക പരിപാടികൾ 18-ാം തീയതി തൊട്ട് തുടങ്ങും. ഇത്തവണ സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള സാംസ്കാരിക പരിപാടികളാണ് നമ്മൾ നടത്തുന്നത്. ആദ്യത്തെ ദിവസം കഥകളി പുറപ്പാടാണ്. അതിൽ ചെണ്ടയിൽ സ്ത്രീ സാന്നിധ്യമുണ്ട്, മദ്ദളത്തിൽ സ്ത്രീ സാന്നിധ്യമുണ്ട്, വേഷങ്ങളിൽ സ്ത്രീ സാന്നിധ്യമുണ്ട്. അതിനുശേഷം ഒരു ബാൻഡാണ്, നാടൻ പാട്ടുകളുടെ ബാൻഡാണ്, അതും സ്ത്രീകളാണ് കംപ്ലീറ്റ് നടത്തുന്നത്. അതിനുശേഷം വരുന്ന ദിവസം സിത്താനി ഭജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രൂപ്പാണ്, അത് കംപ്ലീറ്റ് ലേഡീസാണ്. ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമാണ് അതിൽ ജെൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതിനുശേഷം വരുന്നത് നമ്മുടെ ആൽത്തറ മേളമാണ്. ആൽത്തറ മേളം സാമ്പിൾ മേടിക്കും. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ആനച്ചമയത്തിന് നമ്മളെ പടയണി, ആനച്ചമയം ദിവസം പടയണി എന്ന് പറഞ്ഞൊരു ദിവസം. ശനിയാഴ്ച, അതിന് മുമ്പുള്ള ശനിയാഴ്ച രാഗദീപം ബാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ബാൻഡിൻ്റെ പരിപാടിയാണ്. ഇതാണ് ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത്.